അഡ്രസ് എഴുതാൻ അറിയില്ല. ചെറു അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവി കുലാർന്ന് എഴുതിക്കുന്നത് എന്താ? ഹിന്ദിയിൽ എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. എവിടെ അത് കിട്ടിയില്ലേ? ഹിന്ദിയിൽ കിട്ടിയില്ലേ? രക്ഷപ്പെട്ടു. വേറെ കുട്ടികൾ ഈ മലരനെ പരിപാടിക്ക് വിളിച്ച മാനേജ്മെൻറ്റിനെ ആദ്യം തല്ലണം. അതങ്ങനെ ഒരു മലരൻ. കുട്ടികളെ അപമാനിച്ച ഈ ചെറ്റയെ മരക്കഴുത എന്നല്ലാതെ പിന്നെന്ത് വിളിക്കണം? CMO കേരളം VDS എന്ന് പറയുന്നൊരു പേജിൽ നിന്ന് വന്നിരിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ പേരിൻ്റെ ഒരു പേജിൻ്റെ അവസാനം തന്നെ എഴുതിയിട്ടുണ്ട് VDS എന്നുള്ളത്, VD സതീശൻ്റെ VDS. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇവന്മാരുടെ നിലവാരവും ഇവന്മാരുടെ വിലയും ഇവന്മാരുടെ വിവരവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ KT ജലീൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ അടുത്ത് പോയിട്ട് വിദ്യാർത്ഥികളുടെ അടുത്ത് ഈ ഹിന്ദിയിലുള്ള എഴുത്തൊക്കെ ചോദിച്ചു, ഹിന്ദിയിൽ എഴുതാനെന്നൊക്കെ പറഞ്ഞു. ആ വിദ്യാർത്ഥികൾക്ക് തെറ്റ് പറ്റുമ്പോൾ അവരെ കളിയാക്കുകയാണ് KT ജലീൽ പറഞ്ഞതെന്ന്, കളിയാക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി രംഗത്തേക്ക് വന്നു. ആ ചേച്ചിയുടെ മെഴുകിലൂടെ ഞാൻ നിങ്ങളെ എന്തായാലും ഒന്ന് കാണിച്ചു തരണ്ടേ? അതോടെ കണ്ടു നോക്കാം. മുൻ മന്ത്രി ശ്രീ KT ജലീലിന്റെ കുട്ടികളോടുള്ള പെരുമാറ്റം തികച്ചും അനുചിതവും അവഹേളനപരവും ആണ്. ഒരു കുഞ്ഞിനോട് പൊതു സദസ്സിൽ ആളുകൾ നോക്കി നിൽക്കെ ഇത്തരത്തിൽ അപമാനിക്കുന്ന അക്ഷരം അറിയത്തില്ല. അത്തരത്തിലുള്ള പെരുമാറ്റം ഒരിക്കലും ശരിയല്ല. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കടന്നുകയറ്റമാണ്. ചേച്ചി, ഈ കുഞ്ഞെന്ന് ചേച്ചി ഇപ്പം നാഴിക 40 വട്ടം പറയുന്നുണ്ടല്ലോ. ഈ കുഞ്ഞിന് നിങ്ങൾ എത്ര വയസ്സാണ് ഉദ്ദേശിക്കുന്നത്? ഈ 10 വയസ്സ് കഴിഞ്ഞവരാണോ കുഞ്ഞുങ്ങൾ, അതോ 15 വയസ്സ് കഴിഞ്ഞവരാണോ കുഞ്ഞുങ്ങൾ, 30 വയസ്സ് കഴിഞ്ഞവരാണോ കുഞ്ഞുങ്ങൾ, അതോ 50 വയസ്സ് കഴിഞ്ഞവരാണോ കുഞ്ഞുങ്ങൾ? ഇനി അതിന് താഴേക്ക് വരുമ്പോൾ 5 വയസ്സിന് താഴെ ഉള്ളവരാണോ കുഞ്ഞുങ്ങൾ? ആരാണ് ഈ കുഞ്ഞുങ്ങൾ? കുഞ്ഞുങ്ങളെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് സ്ത്രീയെ ഉള്ളത്? നിങ്ങൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തത്? കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെ അവഹേളിക്കുന്ന അവകാശങ്ങളെ തള്ളിക്കളയുന്ന ആളുകളാണ്, അങ്ങനത്തെ ഒരു പ്രവണതയാണ് KT ജലീലിനുള്ളത്. അങ്ങനത്തെ ഒരു കാര്യമാണ് KT ജലീൽ പറഞ്ഞതെന്ന് ചെയ്തതെന്നൊക്കെ പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഇത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിനക്കെന്ത് യോഗ്യത ചോദിക്കാനുള്ളതെന്നുള്ളത്. എനിക്കിത് തന്നെയാണ് യോഗ്യത. ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ മനസ്സിലാവുന്നതാണ് എൻ്റെ യോഗ്യത. അപ്പോൾ ഇതിന് എന്തുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു എന്നുള്ളതിൻ്റെ ഒരു മറുപടി ഞാനൊരു വീഡിയോ തന്നെ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ബിന്ദു ചേച്ചിയുടെ തന്നെയാണ് കേട്ടോ, ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനൊന്നുമല്ല, എൻ്റെ അമ്മാമ്മയുടെ പേര് ഓമന എന്നാണ്. അപ്പോൾ അതാണ് ആ കുഞ്ഞവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇതേ ചോദ്യത്തെപ്പറ്റി നമ്മുടെ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് പറയുന്ന ന്യായീകരണം ഉണ്ടെന്ന് കേട്ട് നോക്കാമേ. എന്തൊരു ചിരിയാണല്ലേ പാവം. ഞാനത് വിശദമാക്കി പറയുന്നത് സ്വകാര്യമായിട്ട് ഞാൻ എല്ലാവരോടും അതിന് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് എന്തായാലും ആരും അങ്ങനെ ഒരു അബദ്ധം പറയത്തില്ല. കൺസേൺഡ് ആണ് അങ്ങനെ പറഞ്ഞു, അങ്ങനെ അത് വിശ്വസിച്ച് പറഞ്ഞു പോയതാ. അപ്പം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവര് എന്താ പറയാ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ അത് മനസ്സിലാക്കാന്നുള്ളത് മതിയല്ലോ. അതേ മനസ്സിലാക്കി. എൻ്റെ പൊന്ന് മന്ത്രി ചേച്ചി, ആരെങ്കിലും പറയുന്നത് കേട്ടല്ല, ആരെങ്കിലും ചവച്ച് തുപ്പുന്നെടുത്ത് ചവയ്ക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്? അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? എന്താണ് കാര്യങ്ങൾ? അതും ഇങ്ങനെ ഒരു പഴയ സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നൊരു കാര്യം അതിനെപ്പറ്റി ഒരു കുഞ്ഞ് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് അതിൻ്റെ വല്യമ്മയെ മാറ്റി പറയാം, അതിൻ്റെ അമ്മയെ മാറ്റി പറയാം, അതിൻ്റെ അച്ഛനെ മാറ്റി പറയാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്നതാണോ നിങ്ങൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ അവകാശ സംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാൻ ഒരു യോഗ്യതയുമില്ല. കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുക. ബാക്കിയുള്ളവർ പറയട്ടെ. ബാക്കിയുള്ളവർ പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം ഇത് ഈ ഒരു കാരണം കൊണ്ടാണ്, ഇന്ന കാരണം കൊണ്ടാണ് പറഞ്ഞതെന്ന് നമുക്ക് പറയാം. പിന്നെ KT ജലീലിനെ അങ്ങ് മൂക്കി കൂടെ കയറ്റി അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അടിമകളോട് പറയാൻ വേണ്ടിയിട്ടാണ് KT ജലീൽ ഈ രാഷ്ട്രീയത്തിലേക്ക്, അതായത് സജീവ രാഷ്ട്രീയത്തിലേക്ക്, ഇടതുപക്ഷത്തിലേക്ക് വരുന്നതിന് മുൻപ് അയാൾക്കൊരു മുഖമുണ്ടായിരുന്നു. അയാൾ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. താടി പിടിക്കലും മുടിവെട്ടലൊന്നുമല്ല, അയാളൊരു അധ്യാപകനായിരുന്നു. അങ്ങനെ കോളേജ് അധ്യാപകനുമായിരുന്ന, അറബിക് ലെക്ചററുമായിരുന്ന അദ്ദേഹം പിന്നീട് ആ പണി വേണ്ടെന്ന് വെച്ചിട്ട് ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇവിടെയുള്ള കുറച്ച് ആളുകളെയും അക്ഷരം പഠിപ്പിക്കണം എന്നുള്ളൊരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം. ഇന്നിപ്പം മയ കുയ്യി പുയ്യ എന്നൊക്കെ പറയുന്ന മന്ത്രിമാരൊക്കെ ഇപ്പം നിയമസഭയിലുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ അങ്ങനെ ഒരു മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? വി ശിവൻകുട്ടിയെ എല്ലാവരും അങ്ങ് കളിയാക്കി. ശരിയാണ്, വി ശിവൻകുട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന്
പറയാനും ഒന്നും അറിയില്ല, അദ്ദേഹത്തിന് കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. രാഷ്ട്രീയം എന്താണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാമായിരുന്നു, എങ്ങനെ കുട്ടികൾക്കൊപ്പം നിൽക്കണമെന്ന് അറിയാമായിരുന്നു, കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്താണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു കുട്ടി ബിരിയാണി ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ബിരിയാണി കൊടുത്തേക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു മന്ത്രി എത്തുന്നു. പിന്നീട് മന്ത്രി മാറി പുതിയൊരു മന്ത്രി അവിടേക്ക് സ്ഥാനം വരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട്. ആ ഒരു പ്രവണത അല്ലെങ്കിൽ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. മുൻപൊരാൾ ചെയ്തു വെച്ചത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ധാർഷ്ട്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയും അവരാരാണോ എന്താണോ തുടങ്ങി വെച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ചെയ്തു പോകുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ബിരിയാണി ചോദിക്കുന്നു. വീണ ജോർജ് ആയിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ മിനിസ്റ്റർ ആയിരുന്ന വീണ ജോർജ് ആ ഒരു ബിരിയാണി ചോദിച്ച കുഞ്ഞിനെ വിളിച്ച് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച മുതൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ തന്നെ ബിരിയാണി എന്ന് പറയുന്നൊരു സാധനം അവരുടെ ഫുഡിൻ്റെ മെനുവിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ അവർക്ക് ബിരിയാണിയും കിട്ടിയ കുഞ്ഞ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. UDF അധികാരത്തിൽ വന്നിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ നമ്മളൊരു വീഡിയോ കണ്ടു. ബിരിയാണി അത് ചോദിച്ചാൽ നമ്മുടെ ശാരദ ചേച്ചിയുടെ കൊച്ചുമോനാണ്, നമ്മുടെ അപ്പുറത്തുള്ള മണ്ഡലത്തിലെ. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൂ കുഞ്ഞുങ്ങൾ ബിരിയാണിക്ക് ചോദിക്കുന്നത്, ബിരിയാണി കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുള്ളൂ. നിങ്ങൾ ആ ചിരി ശ്രദ്ധിക്കണം. ചിരിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എന്തോ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്ലാസ്സോ ഒക്കെ എടുക്കുന്നുണ്ട് രാവിലെ. പൂക്കികളെല്ലാം കൂടി ഒരു കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു എപ്പോഴും ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി കൊടുക്കുന്നതിന് താല്പര്യമുള്ള സന്തോഷമുള്ളൂ, പക്ഷേ ബിരിയാണി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാര്യമുള്ള സാധനങ്ങളൊന്നും ഇല്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു പരിപാടിയുമായിട്ട് വന്നിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. ബിരിയാണി കൊടുക്കാൻ പറ്റില്ലെന്ന്. ഇന്നിപ്പോൾ ബിരിയാണി ഈ പറയുന്ന അംഗൻവാടികളിൽ ബിരിയാണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബിരിയാണി ഇല്ല. കാരണം ബിരിയാണി മേടിക്കാനുള്ള അരി പോയിട്ടൊരു കോപ്പിനും പൈസ തികയുന്നില്ല. എവിടെയാണ് പൈസയെല്ലാം? പൈസയൊക്കെ അങ്ങ് സലീംകുമാർ സ്മാരകം ഉണ്ടാക്കാനൊക്കെ പോയിരിക്കില്ല. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റി വെക്കാനായിട്ട് പറയലുണ്ടോ? ഇല്ല. സ്മാരകത്തിന് വേണ്ടി ഓൾറെഡി നിശ്ചയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ നമ്മുടെ KT ജലീൽ കുറച്ച് പ്രഖ്യാപനം അല്ലെ പ്രസ്താവനകളുമായിട്ട് അദ്ദേഹം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതേസമയം KT ജലീൽ എന്ന് പറയുന്നൊരു മനുഷ്യനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇന്ന് ആ വിദ്യാർത്ഥികൾ രംഗത്തേക്ക് വന്നിരിക്കുന്നതും. ആ വിദ്യാർത്ഥികൾ പറയുന്നത് ഞങ്ങളെ ആരും അപമാനിച്ചിട്ടില്ല, അല്ലെ ഞങ്ങൾക്ക് അതൊരു അപമാനമായിട്ട് തോന്നിയില്ല, വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കിയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയായിരുന്നു KT ജലീൽ എന്ന് പറയുന്ന മന്ത്രി ചെയ്തത്, സാറ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് പോലും ഇല്ലാത്ത ബുദ്ധിമുട്ടും ക്രിമികടിയും ഒക്കെയാണ് ബിന്ദു ചേച്ചിയെ പോലെയുള്ള കുറച്ച് അടിമകൾക്കുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും KT ജലീൽ ഈ അടിമ കുഞ്ഞികൾക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികളോട് ഹിന്ദിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പറ്റുമോ, അമ്മയുടെ പേര് എഴുതാൻ പറ്റുമോ, അച്ഛൻ്റെ പേര് എഴുതാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ അവരോട്, എടോ നിങ്ങൾക്ക് അക്ഷരം അറിയാം, എന്നാൽ ഒരു വാക്ക് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എഴുതാൻ അറിയാം, എങ്കിൽ വരൂ നിങ്ങൾ ഒന്ന് എഴുത്. അങ്ങനെ 3-4 കുട്ടികൾ വന്നു, അവരെഴുതിയതെല്ലാം ശരിയായിരുന്നു. ഒരു കുട്ടിക്ക് മാത്രമാണ് മ എന്ന് പറയുന്നതിന് എഴുതുന്നതിന് പകരം ല എന്ന് ആ കുട്ടി എഴുതിയത്. അത് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവന്റെ ചെവിക്ക് നമ്മൾ സാധാരണ തമാശക്കൊക്കെ പിടിക്കുന്നത് പോലെ അവനും ചിരിക്കുകയാണ്. നിങ്ങൾ അവന്റെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം. സാധാരണ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വെറുതെ ഞാൻ ചെവിക്ക് വെറുതെ പിടിക്കാറുണ്ട്, അല്ലാതെ നുള്ളുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തതല്ല. കണ്ടില്ലേ, ഇതാണ് ഈ പറയുന്ന മെഴുകുന്നവരോട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു ന്യായീകരണം അല്ലെ ഒരു എക്സ്പ്ലനേഷൻ. അത് അദ്ദേഹം കൃത്യമായിട്ട് കൊടുത്തു. ഇനി നമ്മുടെ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള അല്ലെ നിയമസഭയിലിരിക്കുന്ന ആളുകളെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടെന്ന് കണ്ടുപോക്കാം. സത്യത്തിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടത്? അവരല്ലേ ഒരു അംഗനവാടി കുട്ടിയുടെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് അതൊരു വലിയ വിവാദമൊക്കെ ആയത്. ആ കുട്ടി തന്നെയാണ് പിന്നെ അത് കറക്റ്റ് ചെയ്തത്. എന്തായാലും ആ ഗതികേടൊന്നും KT ജലീലിന് വന്നിട്ടില്ല. KT ജലീൽ പറഞ്ഞു കൊടുത്തത് മിസ്റ്റേക്ക് ആയിരുന്നു. ആ മിസ്റ്റേക്ക് ആ കുട്ടികൾക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് KT ജലീലിൻ്റെ ഒരു പ്രത്യേകതയും ബിന്ദു ചേച്ചിക്ക് ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും KT ജലീലിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ട് നോക്കാം. മയ, കുയി, പുയ, അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നതുകൊണ്ടാണോ? ഈ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കഴിഞ്ഞ 10 കൊല്ലം പഠിച്ച കുട്ടി ആണോ? അല്ലെങ്കിൽ അത് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണോ കേരളം എന്ന് എഴുതാൻ പറഞ്ഞപ്പോ അല്ലെങ്കിൽ എന്ന് എഴുതിയപ്പോ കാരണം എന്നായത്? ഈ കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സ്കൂളിൽ പഠിച്ച ആളാണോ കേരളം എന്ന് എഴുതിയപ്പോ കാരണം എന്നായത്? അതുപോലെ തന്നെ 9332 എന്നുള്ളതിന് പകരം 9332 എന്ന് പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം
2010 എന്ന് പറയേണ്ടതിന് പകരം 90-10 എന്ന് നിയമസഭയിൽ പറഞ്ഞ വ്യക്തി ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചു വന്നതാണോ? 15/5/2026 എന്ന ഡേറ്റ് നമ്മളാരെങ്കിലും അക്കത്തിൽ പറയാറുണ്ടോ? 15,05,000 അല്ലെങ്കിൽ 52,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്ന കുട്ടിയായി അതുകൊണ്ടാണോ? മയ, കുയി, പുയ, അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നത് കൊണ്ടാണോ? അന്ന് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും നമ്മളെപ്പോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കണ്ടില്ലേ, നൈസായിട്ട് അങ്ങ് വിവരമില്ലാത്തവന്മാരെന്ന് വിളിച്ചിരിക്കുകയാണ് KT ജലീൽ. അതായത് മയ, പുയ, കുയി ഇതൊന്നും തിരുത്തി കൊടുക്കാൻ ഇവർക്കൊരാളില്ല. എന്നാൽ അങ്ങനെയുള്ള രീതിയിലല്ല ഇന്നത്തെ കുട്ടികൾ വളരേണ്ടത്. അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയ സ്ഥലത്ത് വെച്ച് തന്നെ തിരുത്തി കൊടുത്താലേ അവരുടെ ജീവിതത്തിൽ എന്നും അതൊരു മായാത്ത അല്ലെങ്കിൽ മറയാത്ത ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതൊരു പൊതുവേദിയിൽ വെച്ചായപ്പോൾ ആ പൊതുവേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം അത് പറഞ്ഞു. ആ കുട്ടികൾക്കില്ലാത്ത പ്രശ്നമാണല്ലോ ഈ ബിന്ദു ചേച്ചിക്കും ഇവർ മുന്നോട്ട് വെക്കുന്ന ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തകർക്കും അല്ല പാർട്ടിക്കുമെല്ലാം KT ജലീലിനെ അങ്ങ് തിന്നു കളയാന്നാണ് ചേച്ചിയും മക്കളും വിചാരിച്ചിരിക്കുന്നത്. ചേച്ചി അതിനുവേണ്ടി വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും, നടക്കില്ല. കാരണം ഇവരൊക്കെ നിലപാടുള്ളവരാണ്, നിലവാരമുള്ളവരാണ്, വ്യക്തിത്വമുള്ളവരാണ്. അല്ല നിങ്ങളുടെ ലീഗ് വിറ്റ് ജീവിക്കുന്ന ഒരു സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കാണാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ ഷാജി, അങ്ങ് അറബിക്കടലിലേക്ക് എന്തോ എടുത്തങ്ങ് ഉണ്ടാക്കി എറിയും എന്നൊക്കെ പറഞ്ഞ് മുസന്നയിട്ട് മുങ്ങിയാൽ പോലും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു മഹാനുണ്ടല്ലോ. അവരെ പോലെ ഈ ഡബിൾ ഫാദർ സിൻഡ്രോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും ഇയാൾക്കില്ലെന്നേ. ഇയാൾ എന്താണോ പറഞ്ഞത് അതിൽ തന്നെ ഇയാൾ ഉറച്ചു നിൽക്കും. നല്ല ഓർമ്മയും നല്ല ബോധ്യവും ഉണ്ട് എന്താ പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞതെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളിനി എത്രയൊക്കെ മെഴുകി അവർ പറഞ്ഞത് വലിയ തെറ്റാണ്, അവർ ചെയ്തത് വലിയ അപരാധമാണെന്ന് പറയാൻ ശ്രമിച്ചാലേ നടക്കില്ല, ഏക്കില്ല. ആദ്യം ആ അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോയി ഇത്തിരി ബിരിയാണി കൂടി ചേച്ചി, എന്നിട്ട് വന്ന് മെഴുകുക. ഇതൊരവസ്ഥയാണ്.